നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സത്യത്തിൽ എന്തൊക്കെയാണ് FC ബാഴ്സലോണയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ചാവി ഹെർണാണ്ടസ് താൻ പരിശീലക സ്ഥാനം ഉപേക്ഷിച്ച് പടിയിറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തെ കയ്യും കാലും പിടിച്ച് അവിടെ പിടിച്ചു നിർത്തി. ഒടുവില് ഇപ്പോ അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ വേണ്ട, നിങ്ങളെ പുറത്താക്കുകയാണ് എന്ന്. വല്ലാത്തൊരു ഡ്രാമ തന്നെയാണിത്. FC ബാഴ്സലോണയെ പോലുള്ള ഒരു ക്ലബ്ബ് ഇത്തരത്തില് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് അതിൽ വലിയ നിരാശയുണ്ട്. ബാഴ്സയുടെ ലെജൻഡ് കൂടിയാണ് ചാവി. ഏതായാലും ലെജൻഡ്, കളിക്കാരൻ എന്ന നിലയിൽ ലെജൻഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കോച്ചായിട്ട് നിലനിർത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പോവാൻ ഒരുങ്ങിയ ഒരാളെ പിടിച്ചു നിർത്തി പിന്നെ അയാളെ അപമാനിക്കുന്ന രൂപത്തിൽ സാക്ക് ചെയ്ത് വിടുക എന്നുള്ളത് എങ്ങനെ ന്യായീകരിക്കും എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാമല്ലോ, അൽസദിന്റെ കോച്ചായിട്ടായിരുന്നു ചാവി ബാഴ്സലോണയുടെ പരിശീലകനാകുന്നതിന് മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ബാഴ്സലോണ അദ്ദേഹത്തെ കോച്ചായിട്ട് കൊണ്ടുവരുന്നത്. മറ്റൊരു ലെജൻഡ് റൊണാൾഡോ കുമാനെ സാക്ക് ചെയ്തുകൊണ്ടാണ് ചാവിയെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ചാവി ലാലിഗയിൽ ബാഴ്സലോണക്ക് കിരീടം ചൂടി കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷമുള്ള ഈ സീസൺ അത്ര മികച്ചതായിരുന്നില്ല. ലാലിഗയിലെ കിരീടമില്ല. അതുപോലെ യുവേഫ ചാമ്പ്യൻസ് ലീഗില് നിരന്തരം ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായിരുന്നിരുന്ന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിലും അവിടെയും കിരീടമില്ല. സൂപ്പർ കപ്പിൽ ഒരു കിരീടവും ഇല്ലാതെ സീസൺ അവസാനിപ്പിക്കുകയാണ്. ഒടുവിൽ ഇതാ ചാവി പുറത്തേക്ക് പോകുന്നു. സൂപ്പർ കപ്പ് തോറ്റപ്പോ ജനുവരിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്, ഈ സീസൺ അവസാനത്തോടു കൂടി ഞാൻ പടിയിറങ്ങുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീടാണ് ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഡെക്കോയും അതുപോലെ തന്നെ ലാപ്പോട്ടയും ഒക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് അവിടെ തുടരാം എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത്. ഒടുവിൽ അങ്ങനെ ഒരു പ്രസ്താവന ലാപ്പോട്ടയും ചാവിയും ഒക്കെ ഒരുമിച്ച് വന്നുകൊണ്ട് നടത്തുകയും ചെയ്തു. അവിടെ ചാവി തുടരും, ബാഴ്സലോണയുടെ പരിശീലകനായിട്ട് ചാവി തുടരും എന്നുള്ള പ്രഖ്യാപനം വന്നു. കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നു എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. കാരണം താരങ്ങൾക്കൊക്കെ ചാവിയിൽ വലിയ വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് ആ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നത്. എന്നാൽ പിന്നീട് ഒരു പത്രസമ്മേളനത്തിൽ ചാവി ഹെർണാണ്ടസ് പറഞ്ഞ വാക്കുകളാണ് കാര്യങ്ങൾ ആകെ മാറ്റിമറിച്ചത്. അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ബാഴ്സലോണയിലെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചായിരുന്നു. മുമ്പത്തെ പോലെ ഇന്ന താരങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ താരങ്ങളെ കൊണ്ടുവരാൻ ഇപ്പൊ ഒരു കോച്ചിന് കഴിയില്ല. അങ്ങനെയല്ല ഇപ്പൊ ബാഴ്സലോണയിൽ കാര്യങ്ങൾ പോകുന്നത്. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവേണ്ടി വരും എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ ഒരു ഫെയർ പ്ലേയുമായി ബന്ധപ്പെട്ടും ബാഴ്സലോണയുടെ ഇക്കണോമിക്കലായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ആ രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവേണ്ടി വരുമെന്ന തരത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇതാണ് പിന്നീട് വലിയ രൂപത്തിലേക്ക് പ്രശ്നമായിട്ട് മാറുകയും അതുപോലെ തന്നെ വിക്ടർ റോക്ക് അടക്കമുള്ള താരങ്ങളെ മാനേജ് ചെയ്യുന്നതിൽ ബാഴ്സലോണയുടെ ബോർഡിന് അതൃപ്തിയുണ്ട് എന്നുള്ള വാർത്തയും പിന്നാലെ പുറത്തേക്ക് വന്നു. ഒടുവിൽ അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് ആണ് ചാവി ഹെർണാണ്ടസിനെ ഇപ്പോ സാക്ക് ചെയ്തിരിക്കുന്നു എന്ന സ്റ്റേറ്റ്മെന്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ഇത് തീർച്ചയായിട്ടും ആരാധകർക്കിടയിൽ വലിയ നിരാശ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കളിയിൽ നമുക്കറിയാമല്ലോ, ബാഴ്സലോണ ആരാധകർ ചാൻഡ് ചെയ്തത് നോ ലാപ്പോട്ട യെസ് ചാവി എന്ന രൂപത്തിലുള്ള ചാൻഡ് വരെ ആ ഒരു ബാഴ്സലോണയുടെ സ്റ്റേഡിയത്തിൽ ആരാധകർ നടത്തുകയുണ്ട്. അതുപോലുള്ള ബാനറുകളൊക്കെ പിടിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിട്ട്. പക്ഷേ അതൊന്നും ലാപ്പോട്ടയെ ബാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ന് മീറ്റിംഗ് കൂടി ചാവിയോട് അടുത്ത സീസണിലേക്ക് നിങ്ങളല്ല കോച്ച് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ പരിശീലകനാവുന്നില്ല എന്ന് പറഞ്ഞ് പടിയിറങ്ങാൻ നിന്നവനെ വിളിച്ച് കൈയും കാലും പിടിച്ച് അവിടെ തന്നെ നിർത്തി അതിനുശേഷം പറയുകയാണ് നിങ്ങൾ വേണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞു വിടുമ്പോഴുള്ള ആ കോമ്പൻസേഷൻ അടക്കം കൊടുത്തുകൊണ്ട് 12 മില്യൺ ആണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടെന്ന തരത്തിൽ നേരത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒഫീഷ്യലായിട്ടുള്ള കണക്കൊന്നുമല്ല. എന്തായാലും അങ്ങനെയാണ് വാർത്തകളിലൊക്കെ വന്നത്. ഇപ്പൊ അതും കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ആബ്സല്യൂട്ട് ഡ്രാമ എന്ന് മാത്രമേ പറയാനുള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.